ഹലോ ഗൈസ്, സ്വാഗതം. ഈസി ആയിട്ട് സിമ്പിളായിട്ട് കുറച്ച് ഡെയിലി യൂസേജ് ഫ്രേസസ് പഠിക്കാം. ഫേസ്റ്റ് വൺ, ദാറ്റ്സ് വൈ. ദാറ്റ് ഇസ് വൈ ചുരുക്കി എഴുതിയിരിക്കുന്നതാണ് ദാറ്റ്സ് വൈ. അതുകൊണ്ടാണ് എന്ന അർത്ഥം ലഭിക്കും അത് യൂസ് ചെയ്താൽ. ഓക്കെ, നോക്കാം. ഫോർ എക്സാമ്പിൾ, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത്. ദാറ്റ്സ് വൈ ഐ ടോൾഡ് യു സോ. അതുകൊണ്ടാണ് ഞാൻ അവനോട് ചോദിച്ചത്. ദാറ്റ്സ് വൈ ഐ ആസ്ക്ഡ് ഹിം. അതുകൊണ്ടാണ് ഞാനത് രഹസ്യമാക്കി വെച്ചത്. ദാറ്റ്സ് വൈ ഐ കെപ്റ്റ് ഇറ്റ് എ സീക്രട്ട്. ഇവിടെയെല്ലാം ദാറ്റ്സ് വൈ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണെന്ന് അർത്ഥം ലഭിക്കാൻ. അടുത്തത്, സം വൺ അല്ലെങ്കിൽ സംബടി. ആരോ എന്ന അർത്ഥത്തിന് വേണ്ടി അത് യൂസ് ചെയ്യാം. ഓക്കെ, ആരോ വാതിൽക്കലുണ്ട്. സം വൺ ഈസ് അറ്റ് ദി ഡോർ. ആരോ ഇവിടെ ഫോൺ മറന്നു വെച്ചു. സംബടി ലെഫ്റ്റ് ദെയർ ഫോൺ ഹിയർ. സമ്മണ്ണോ സംബടിയോ മാറ്റി മാറ്റി യൂസ് ചെയ്യാം. അവരുടെ എന്ന അർത്ഥത്തിനാണ് നമ്മളവിടെ ദെയർ യൂസ് ചെയ്തത്. ആരോ വരുന്നുണ്ട്. someone is coming. ആരോ അവനെ സഹായിച്ചു. somebody helped him. ഇപ്പോൾ someone അല്ലെങ്കിൽ somebody ആരോ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാം. നെക്സ്റ്റ്, no wonder. ചുമ്മാതല്ല അല്ലെങ്കിൽ വെറുതെ അല്ല എന്ന അർത്ഥത്തിന് യൂസ് ചെയ്യാം. നോ വണ്ടർ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നീ ഇന്നലെ റെയിൻകോട്ട് ഇല്ലാതെ പുറത്ത് പോകരുതായിരുന്നു. ചുമ്മാതല്ല നിനക്ക് പനി പിടിച്ചത്. You shouldn't have gone out yesterday without a raincoat. No wonder you caught a cold. അപ്പം ചുമ്മാതല്ല എന്ന അർത്ഥത്തിനാണ് നമ്മളവിടെ നോ വണ്ടർ യൂസ് ചെയ്തത്. നെക്സ്റ്റ്, ചുമ്മാതല്ല നീ പരീക്ഷയിൽ തോറ്റത്. നീ നന്നായി പഠിച്ചില്ല. നോ വണ്ടർ യു ഫെയിൽ ദി എക്സാം. യു ഡിഡിൻറ്റ് സ്റ്റഡി വെൽ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള സിമ്പിൾ ഇംഗ്ലീഷ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.